ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരിൽ തൻ്റെ അസാമാന്യമായ ഗുണങ്ങൾ കൊണ്ട് രാമൻ പിതാവിനും പ്രജകൾക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ അംശമായി ജനിച്ച രാമൻ സത്യസന്ധനും ജിതേന്ദ്രിയനും ധർമ്മജ്ഞനും ആയിരുന്നു. ആരോടും പരുഷമായി സംസാരിക്കാതെ അദ്ദേഹം ഒരാൾ തന്നോട് 100 ദ്രോഹങ്ങൾ ചെയ്താലും അത് ഓർക്കാതെ ചെയ്ത ഒരു ചെറിയ ഉപകാരം പോലും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനായിരുന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രജാസമ്മതനായ രാമനെ രാജാവായി കാണാൻ ദശരഥൻ ആഗ്രഹിച്ചു. ഇതിനായി അദ്ദേഹം രാജാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും പ്രജകളുടെയും ഒരു മഹാസഭ വിളിച്ചുകൂട്ടി. തൻ്റെ വാർദ്ധക്യം കണക്കിലെടുത്ത് രാമനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യാനുള്ള തൻ്റെ തീരുമാനം അദ്ദേഹം സഭയെ അറിയിച്ചു. രാമൻ ഇന്ദ്രതുല്യനായ പരാക്രമിയാണെന്നും പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അയോധ്യ നഗരം മുഴുവൻ ഉത്സവ ലഹരിയിലായി. വീഥികൾ കഴുകി വൃത്തിയാക്കി പതാകകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചു. സ്വർണ്ണ കലശങ്ങളും പുലിത്തോൽ വിരിച്ച തേരും പട്ടാഭിഷേകത്തിനായി ഒരുങ്ങി. എന്നാൽ ഈ വലിയ ആഘോഷങ്ങൾക്കിടയിൽ അയോധ്യയെ നടുക്കാൻ പോകുന്ന ആ കൊടുങ്കാറ്റിനെ കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല.